തൃശ്ശൂരിൻ്റെ മണ്ണിൽ കലാപുരത്തിൽ കുടിയേറുന്നത് ഈ ചൂട് കാലത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം രാവിലെ മുതൽ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഈ പുറനഗരി മുഴുവൻ നിറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഈ വരുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ക്ഷീണിതരായിട്ടായിരിക്കാം വരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ എങ്ങനെ ക്ഷീണിച്ച് വന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് ഒരു ദാഹം അനുഭവപ്പെട്ടാലും ഒരു കാരണവശാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഏത് സമയത്തും നിങ്ങളുടെ ദാഹം അകറ്റാൻ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. അത് വെറും വെള്ളമല്ല നിങ്ങൾക്ക് തരുന്നത്, ഔഷധ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള വെള്ളമാണ് നിങ്ങൾക്ക് തരിക. കരിങ്ങാലിയും പതിമുഖവും രാമച്ചവും നന്നാരിയും ചുക്കും ഏലവും അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഔഷധക്കൂട്ടുകൾ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വെള്ളം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ദാഹം അകറ്റും. രാവിലെ നേരത്തെ ഒരു തിളപ്പിച്ച് വെക്കുന്നു, പിന്നീട് അത് തണുത്തതിന് ശേഷം ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് കേരള ഫയർ സർവീസ് അസോസിയേഷൻ ആണ്. അവർ കലോത്സവത്തിന്റെ തുടക്കം മുതൽക്കേ സജീവമാണ്. രാവിലെ പുലർച്ചെ തന്നെ ഒരുപക്ഷെ മത്സരങ്ങൾ വൈകിയേക്കാം, അത് രാവിലെയാണ് അവസാനിക്കുക. പക്ഷേ എങ്കിൽ പോലും സമയം ഏതായാലും ശരി നിങ്ങൾക്ക് വെള്ളം ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിലവിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഈ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രണവ് സാറ് കൂടുന്നുണ്ട്. സാറേ, ഇതെനിക്ക് തോന്നുന്നു നമ്മളെ എല്ലാ സമയത്തും ഇവിടെ അവൈലബിൾ ആണ്. പൂരനഗരിയിലേക്ക് കലാപുരത്തിന് വരുന്ന ആളുകൾ ആരും ദാഹിച്ച് ഒരു കാരണവശാലും മടങ്ങി പോകരുതെന്നുള്ളതാണ് നമ്മുടെ അജണ്ട അല്ലേ? അപ്പൊ എന്താണ് ഈ എത്ര ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് എന്ത് വെള്ളമാണ് കൊടുക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന്. നമ്മൾ എല്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും ഈ പ്രധാന വേദിയുടെ മുന്നിലായി കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഒരു കുടിവെള്ള വിതരണമുണ്ട്. അതൊരു സാധാരണ രീതിയിലുള്ള കുടിവെള്ള വിതരണമല്ല, തിളപ്പിച്ചാറിയ ഔഷധക്കൂട്ടുള്ള ഒരു കുടിവെള്ള വിതരണമാണ്. അപ്പോൾ തിളപ്പിച്ചാറിയെന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണ നമ്മളൊരു പുലർച്ചെ 3 മണിയോടുകൂടി നമ്മൾ ചെമ്പിൽ വെള്ളം ചൂടാക്കിയും ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ചൂടാക്കുന്നത്. ശേഷം ആ വെള്ളം ആറിയതിന് ശേഷമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു 9 മണിയോടുകൂടി നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ വേദിയിൽ എപ്പോഴാണോ പരിപാടി അവസാനിക്കുന്നത് അതുവരെ നമ്മളിവിടെ കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ വരുന്ന പൊതുജനങ്ങൾ, മത്സരാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവർക്കും മുഴുവൻ സമയം ഇവിടെ എത്രത്തോളം ആളുകൾ എത്ര സമയത്തോളം ഉണ്ടാവുന്നു ആ മുഴുവൻ സമയം നമ്മൾ ഇതിൻ്റെ കുടിവെള്ള വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായി പറയാനുള്ളത്, ഇപ്പോൾ ഈ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് 25 വേദികളിലും ഫയർ സർവീസിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാർ തന്നെ, ഇതിൻ്റെ സംഘടനയിലുള്ള അംഗങ്ങൾ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. അവരെല്ലാം തന്നെ ഇന്നലെ ഡ്യൂട്ടി എടുത്തവരാണ്. ഇന്ന് ഞങ്ങളുടെ ലീവിലും റെസ്റ്റിലും വന്നിട്ടാണ് ഞങ്ങളിതിവിടെ ചെയ്യുന്നത്. ഒരേ സമയം നമ്മൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഡ്യൂട്ടി ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഭാഗത്താണ് ദാഹം അകറ്റാൻ അല്ലെങ്കിൽ ദാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ആരെയും തന്നെ അവരുടെ ദാഹം അകറ്റിക്കൊണ്ടതായിരിക്കും നമ്മൾ ഇവിടുന്ന് ഈ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നമ്മൾ പറഞ്ഞയക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്തം ഒരു ഭാഗത്ത് നിർവഹിക്കുന്നു. മറുഭാഗത്ത് ഈ കലാമേളയ്ക്ക് എത്തുന്ന ആളുകളുടെ ദാഹം അകറ്റാൻ കഠിനമായി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ഥലവും സ്റ്റാളും മറക്കരുത്. നമ്മൾ കയറി വരുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട വേദി സൂര്യകാന്തിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒന്നാമത്തെ സ്റ്റാളിൽ നമ്മുടെ ദാഹം അകറ്റാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കലാമാമാങ്കത്തിനെത്തുന്ന ഏതാളുകളും ദാഹിച്ച് ഒരു കാരണവശാലും മടങ്ങി പോകരുത്. നിങ്ങളുടെ ദാഹം അകറ്റാൻ നമ്മുടെ ടീം ഇവിടെ റെഡിയാണ്.